തംബ്നെയിൽ കണ്ടപ്പോഴും ക്യാപ്ഷൻ കണ്ടപ്പോഴും ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ മുടിയുടെ ടെക്സ്ചർ ഞാൻ എങ്ങനെയാണ് ഒരു മാസത്തിൻ്റെ ഇടയ്ക്ക് മാറ്റിയെടുത്തത്. അതുപോലെ ഒരു മാസം കൊണ്ട് ഇത്രയും ഇഞ്ച് ഞാൻ എങ്ങനെയാണ് എൻ്റെ മുടി കൂട്ടിയതെന്നാണ്. നിങ്ങൾക്ക് കണ്ടാലും അറിയാം, ദൂരോട്ട് നിന്നാലും അറിയാം എൻ്റെ മുടി അത്യാവശ്യം നല്ല നീളമുണ്ട്. ഇപ്പോൾ അതെങ്ങനെയാണ് ഒരു മാസം കൊണ്ട് എൻ്റെ മുടിയുടെ ഇത്രയും നീളത്തിലേക്ക് ഞാൻ എത്തിച്ചത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോ ഫൈനൽ വരെ കാണുക, എങ്കിൽ മാത്രമേ അത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിനേക്കാളും തൊട്ട് മുമ്പായിട്ട് ചാനൽ പുതിയവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റുള്ളൂ. സോ സംസാരിച്ച സമയം കഴിഞ്ഞില്ല, വീഡിയോ കാണാം. ആദ്യം തന്നെ എൻ്റെ സ്കിൻ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഡ്രൈ സ്കിന്നാണ്. അതേപോലെ തന്നെയാണ് എൻ്റെ തലയും. പക്ഷെ എന്നാൽ ചില സമയത്ത് എൻ്റെ തല വല്ലാണ്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും, എന്ന് വെച്ചാൽ വല്ലാണ്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ തലയിൽ ഞാൻ ഒട്ടും ഓയിൽ യൂസ് ചെയ്യാറില്ല. പലരും പറയാറുണ്ട് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നല്ല പോലെ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യണമെന്ന്. എന്നാൽ ഞാൻ എൻ്റെ മുടിയിൽ ഓയിൽ അപ്ലൈ ചെയ്യേണ്ടത് ഏതാണ്ട് 1.5 കൊല്ലം അല്ലെങ്കിൽ 2 വർഷത്തിൻ്റെ അടുത്തായി ഒട്ടും തന്നെ ഞാൻ എൻ്റെ മുടിയിൽ ഓയിൽ അപ്ലൈ ചെയ്യാറില്ല. ആദ്യമൊക്കെ ഓയിൽ അപ്ലൈ ചെയ്യാണ്ടിരിക്കുമ്പോൾ ശരിക്കും മുടിയൊക്കെ ഇങ്ങനെ പറന്ന് പോകുമായിരുന്നു. എന്നാൽ ഇപ്പം ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്ക് അത് നിന്നു. അതിൻ്റെ കൂടെ ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഡെയിലി എപ്പോഴും, അതായത് ഒരു ദിവസം പോലും മുടങ്ങാണ്ട് ഞാൻ എപ്പോഴും ഉറങ്ങാൻ നേരത്ത് എൻ്റെ മുടിയിലേക്ക് നല്ല പോലെ അലോവേര ജെല്ല് അപ്ലൈ ചെയ്തിട്ട് മുടിയെല്ലാം കൂടെ പൊതിച്ച് ഇവിടെ കെട്ടിവെക്കും. സോ അങ്ങനെ ഇന്നും രാത്രി ഞാൻ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ മുടി സ്മൂത്ത് ആയിട്ട് നിൽക്കുന്നത്. അത്യാവശ്യം നല്ല സ്മൂത്താണ്, തൊടുമ്പോൾ തന്നെ നല്ല ടെക്സ്ചറും ആണ്. അപ്പോൾ അങ്ങനെ എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. ഇത് ഏറ്റവും കൂടുതൽ സഹായിച്ച കാര്യമാണ് അലോവേര ജെല്ല്. അപ്പോൾ അലോവേര ജെല്ല് നമ്മുടെ മുടിക്ക് നല്ലതാണ്. അതുപോലെ തന്നെ ഞാൻ പുറത്ത് പോകുമ്പോഴായാലും ഒരു ഹെയർ സീറം ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ ഏറ്റവും നല്ലതാണ് അലോവേര ജെല്ല് ഉപയോഗിക്കുന്നത്. അലോവേര ജെല്ല് ഉപയോഗിക്കാൻ നമുക്ക് കുറേ ഡിഫറെൻറ്റ് വേസ് ഉണ്ട്. അത് നമുക്ക് ഓയിലിൻ്റെ കൂടെ അപ്ലൈ ചെയ്യുന്നതിന് കുഴപ്പമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ജസ്റ്റ് കുറച്ച് വെള്ളവും അലോവേരയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു സ്പ്രേ ബോട്ടിൽ വെച്ച് ജസ്റ്റ് മുടിക്കുന്നത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല സെറ്റിംഗ് സ്പ്രേ പോലെ കിട്ടും. സോ അല്ലാന്നുണ്ടെങ്കിൽ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യാനാണെങ്കിലും ജസ്റ്റ് ഒന്ന് അലോവേര അപ്ലൈ ചെയ്തിട്ട് ഹെയർ സ്ട്രെയിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ശരിക്കും നല്ല ടെക്സ്ചർ നമ്മുടെ മുടിക്ക് കിട്ടും. ഒരാഴ്ചയിൽ ഞാൻ എന്തൊക്കെയാണ് എൻ്റെ ഹെയറിന് വേണ്ടി ചെയ്യുന്നതെന്ന് പറയാം. ഞാൻ ഉപയോഗിക്കുന്ന ഷാമ്പൂ എന്ന് പറയുന്നത് നമ്മുടെ ബയോട്ടിക്കിൻ്റെ ഷാമ്പൂ ആണ്. അപ്പം എൻ്റെ കയ്യിൽ അത് തീർന്നു പോയി. സോ ഞാൻ ഇവിടെ അതിൻ്റെ ഫോട്ടോ കൊടുക്കുന്നതായിരിക്കും. സോ ഈ ഒരു ഷാമ്പൂ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പം ഈ ഷാമ്പൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് വന്നിട്ട് പാരബിൻ ഫ്രീ ആയിട്ടുള്ളതാണ്. പാരബിൻ സൾഫേറ്റ് ഒക്കെ ഫ്രീ ആയിട്ടുള്ള നല്ലൊരു ഷാമ്പൂ ആണ്. ഇതിന് മുൻപ് ഞാൻ ഉപയോഗിച്ചിരുന്നത് ഒരു കെമിക്കൽ ഷാമ്പൂ ആയിരുന്നു. ഷാമ്പൂ എന്ന് പറയുന്നത് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിൻ്റെ ഷാമ്പൂ ആയിരുന്നു. സോ അതെനിക്ക് അത്ര വലിയ കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ആ ഷാമ്പു ഞാൻ നിർത്തി. പിന്നെ ഞാൻ ഒരു ഷാമ്പു ഇങ്ങനെ മാറി ഉപയോഗിക്കുന്ന ആള്. സോ ആ ഒരു ഷാമ്പു ഏകദേശം ഞാനൊരു 6 to 7 മാസം ഉപയോഗിച്ച ശേഷമാണ് ആ ഷാമ്പു ഞാൻ നിർത്തിയത്. കാരണം നമുക്ക് റിസൾട്ട് അറിയണമെങ്കിൽ ഒരു 3 മാസം എന്തായാലും കഴിയും. സോ അതിനുശേഷവും ഞാനൊരു 6 മാസത്തോളം ഞാൻ ആ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിന്റെ ഷാമ്പു ഉപയോഗിച്ചിട്ടും എൻ്റെ മുടിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നില്ല. അതിനുശേഷം ഞാൻ എന്തുകൊണ്ട് ഒരു ഹെർബൽ ഷാമ്പു അല്ലെങ്കിൽ ഒരു പാരബിൻ ഫ്രീ ആയിട്ടുള്ള ഒരു ഷാമ്പു ഉപയോഗിച്ച് കൂടാൻ നോക്കിയിട്ടാണ് ബയോട്ടിക്കിന്റെ ഷാമ്പു വാങ്ങിച്ച് ഉപയോഗിച്ചത്. ഐ ഹോപ്പ് എനിക്ക് നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ട്. ഇപ്പം എൻ്റെ കയ്യിൽ തീർന്നു പോയി. സോ ഇനി ഒന്നും കൂടെ വാങ്ങിക്കണം. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ കാണിക്കാത്തത്. പിന്നെ ഞാൻ എൻ്റെ മുടിയിൽ കണ്ടീഷണർ ഉപയോഗിക്കാറുണ്ടെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ മുടിക്ക് ഒരു തരത്തിലുള്ള കണ്ടീഷണേഴ്സും ഉപയോഗിക്കാറില്ല. പക്ഷെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതായത് വീക്ക്ലി വൺസ് ഞാൻ എൻ്റെ മുടിയിൽ താളി, അത് നമ്മുടെ ചെമ്പരത്തി താളിയിട്ട് കഴുകാറുണ്ട്. വേറെ എണ്ണ ഒന്നും ഉപയോഗിക്കാറില്ല. വീക്ക്ലി വൺസ് ഞാൻ ഒരു ദിവസം കംപ്ലീറ്റ് എടുത്തിട്ട് ഞാൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അതായത് രാവിലെ എണീറ്റ ഉടനെ ഞാൻ അന്നൊരു ദിവസം മാത്രം തല കഴുകും. പിന്നെ ഒരു കാര്യം, ഞാൻ ഡെയിലി തല കഴുകുന്ന ഒരാളല്ല. ഓൾട്ടർനേറ്റീവായിട്ട് മാത്രമേ ഞാൻ തല കഴുകാറുള്ളൂ. അതും ഞാൻ തല കഴുകുന്നത് പകൽ സമയങ്ങളിൽ എനിക്ക് തല കഴുകി എനിക്ക് എത്ര അങ്ങോട്ട് ഒരു വൃത്തി തോന്നാറില്ലേ. കാരണം ഒന്നാമത് ചൂടും കാര്യങ്ങളൊക്കെയാണ്. കുളിച്ച് ഇറങ്ങുമ്പോഴേക്ക് വീണ്ടും നമ്മൾ വേർക്കും. സോ അതുകൊണ്ട് ഞാൻ ഓൾമോസ്റ്റ് രാത്രി ആഫ്റ്റർ ഒരു 8 മണിക്ക് ശേഷമാണ് തല കഴുകാറ്. തല ഉണങ്ങി കഴിഞ്ഞ ശേഷം മാത്രമാണ് ഞാൻ കിടന്നുറങ്ങാറുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ തല കഴുകാറ്. അതും ഓൾട്ടർനേറ്റീവ് ആയിട്ട് മാത്രം. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഹെന്നയുടെ പാക്ക് തലയിൽ അപ്ലൈ ചെയ്യാറുണ്ട്. പോരാത്തതിന് ചെമ്പരത്തി താളി അപ്ലൈ ചെയ്യാറുണ്ട്. ഈ ഹെന്നയുടെ പാക്കും ചെമ്പരത്തി താളിയും ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടാണ്. അത് താളി എടുത്തിട്ട്, അത് ഞാൻ വേറെ ഒരു വീട്ടിൽ ചെയ്യുന്നതായിരിക്കും. ഇതെങ്ങനെയാണ് ഞാൻ ചെയ്യാൻ ഒരു മാസ്ക് പോലെ ഉണ്ടാക്കുന്നതാണ്. അതായത് വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള നമ്മുടെ മൈലാഞ്ചി, അതായത് ഹെന്ന പൗഡറും അതിൻ്റെ കൂടെ നമ്മുടെ ചെമ്പരത്തി താളിയും കൂടെ മിക്സ് ചെയ്തിട്ട് അത് രണ്ടും, അതിൻ്റെ കൂടെ കുറച്ച് നമ്മുടെ എന്താ പറയുക ബീട്രൂട്ടിൻ്റെ
ജ്യൂസും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ തലയിൽ ഒരു ദിവസം അപ്ലൈ ചെയ്യാറുണ്ട്. ഒരു ദിവസം കംപ്ലീറ്റ് അല്ല, രാവിലെ ഒരു 10 മണിക്ക് അത് തലയിൽ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മിനിമം ഒരു മണി വരെ തലയിൽ വെക്കും. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ജലദോഷമൊക്കെ പിടിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. കാരണം താളി നല്ല തണുപ്പാണ്, ഹെന്ന അതിലും തണുപ്പാണ്. പിന്നെ ഇടയ്ക്ക് ഞാൻ അതിൽ കറ്റാർവാഴയൊക്കെ ആഡ് ചെയ്യാറുണ്ട്. എൻ്റെ ഓരോരോ ചോയ്സിനനുസരിച്ച് ഞാൻ അതിലെ പ്രോഡക്ട്സ് മാറ്റിക്കൊണ്ടേ ഇരിക്കാറുണ്ട്. ചിലത് ആഡ് ചെയ്യാറുണ്ട്, ചിലത് റിമൂവ് ചെയ്യാറുണ്ട്, അങ്ങനെ ഓരോന്ന് ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ ടെക്സ്ചറൊക്കെ ചെയ്ത ശേഷമാണ് ശരിക്കും അത് മാറിയത്. അപ്പോൾ ഞാൻ ഇപ്പം പറഞ്ഞ ഈ ഒരു ഹെന്ന പാക്ക് ഞാൻ ഒരു മാസമായിട്ട് ഇടുന്നുണ്ട്. ഒരു മാസമായിട്ട് ഇത് വീക്ക്ലി വൺസ് വെച്ച് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യണതായിരിക്കും ഡെഫിനറ്റ് ആയിട്ടും. സോ അത് ചെയ്ത് കഴിയുമ്പോഴേക്കും എൻ്റെ മുടിക്ക് നല്ല രീതിയിൽ എന്താ പറയുക, മുടി കൊഴിച്ചിൽ മാറിയിട്ടുണ്ട്. മുടി കൊഴിച്ചിൽ മാറിയിട്ടുണ്ടെന്ന് മാത്രമല്ല, മുടി സ്മൂത്ത് ആയിട്ടുണ്ട്, മുടി സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. കാരണം എൻ്റെ മുടിക്ക് ഇടക്കാലത്ത് ഞാൻ സ്ട്രെയിറ്റ്നസും ഹെയർ ഡ്രൈസ് ഒക്കെ ഒരുപാട് ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ മുടി എന്താ പറയുക ഓട്ടോമാറ്റിക്കലി ചുരുണ്ട് അടിയിൽ സ്പ്ലിറ്റ് എൻഡ്സും കുറേയൊക്കെ വന്നിട്ടുണ്ട്, മുടിയൊക്കെ നാശമായിട്ടുണ്ടായിരുന്നു. അപ്പം അത് മാറ്റാൻ വേണ്ടി ഞാൻ തന്നെ കുറച്ച് ഹോം റെമഡീസ് ട്രൈ ചെയ്തിട്ട് ഞാൻ തന്നെ എടുത്ത കുറച്ച് കാര്യങ്ങൾ വെച്ച് നോക്കിയിട്ട് അത് സക്സസ് ആവുമോ ഫെയിൽ ആവുമോ എന്നുള്ള ഒരു ഐഡിയ എനിക്ക് ഇല്ലായിരുന്നു. ഈവൻ മേ ബി സക്സസ് ആവും, എന്തായാലും ഫെയിൽ ആയാലും അത്രത്തോളം ഒരു കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന അത്രയും നമുക്ക് മോശമാവില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അത്ര അങ്ങോട്ട് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പോരാത്തതിന് എൻ്റെ മുടി കൊഴിച്ചിൽ നല്ല രീതിയിൽ നിൽക്കുകയും ചെയ്തു. മുടിയുടെ ടെക്സ്ചറും മാറി, മുടിക്ക് ഞാൻ പറഞ്ഞിരുന്ന ആ ഒരു സ്പ്ലിറ്റ് എൻഡ്സ് കുറയുകയും ചെയ്തു. അത് പോരാത്തതിന് മുടിയുടെ ഒരു എന്താ പറയുക ടെക്സ്ചർ കംപ്ലീറ്റ് മാറി, മൊത്തമായിട്ട് മാറി. അതുപോലെ തന്നെ മുടി നല്ലപോലെ തിക്കാവാൻ തുടങ്ങി. കുട്ടി മുടിച്ച് ഒരുപാട് വരാൻ തുടങ്ങി. നിങ്ങൾക്കിത് വീഡിയോയിൽ കാണില്ല, പക്ഷെ എന്നാലും കുട്ടി മുടിച്ച് കുറേ വരാൻ തുടങ്ങി. നമുക്ക് ശരിക്കും കുട്ടി മുടീസ് നമ്മളിൽ വരുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണം. എങ്ങനെയാ വെച്ചാൽ നമ്മളൊരു യാത്രയൊക്കെ പോയി വരുമ്പോഴേക്കും ഇങ്ങനെ പാറി ഇരിക്കും. സോ അതാണ് നമ്മുടെ മുടി ശരിക്കും എന്താ പറയാ വളരുന്നു എന്നുള്ളതിന് അല്ലെങ്കിൽ തിക്കാവണം എന്നുള്ളതിൻ്റെ ഒരു സൂചന. പോരാത്തതിന് മുടി നല്ല നീളം വെക്കുകയും ചെയ്തു. പിന്നെയുള്ള എന്താ വെച്ചാൽ ഞാൻ ഒരിക്കലും എൻ്റെ മുടിയിൽ കട്ട കെട്ടാൻ സമ്മതിക്കാൻ വിടാറില്ല. ഓൾമോസ്റ്റ് എനിക്ക് പറ്റുന്ന എല്ലാ സമയത്തും ഞാൻ മുടി ചീകിക്കൊണ്ടേ ഇരിക്കാറുണ്ട്. നല്ലപോലെ മുടി ചീകി വെക്കാറുണ്ട്. കാരണം കട്ട കെട്ടിക്കഴിഞ്ഞ് നമ്മളത് പോക്കുമ്പോൾ ശരിക്കും നമുക്ക് ഒരുപാട് മുടി അങ്ങനെ വേസ്റ്റ് ആയി പോകും, മുടി പൊട്ടിപ്പോകും, അങ്ങനത്തെ കുറെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് മുടി കട്ട കെട്ടി വെക്കാൻ സമ്മതിക്കാറില്ല. പിന്നെ കുറച്ച് പേരിനോട് ചോദിച്ചു, ചേച്ചി എന്ത് സീറമാണ് ഉപയോഗിക്കാറെന്ന്. ഞാൻ ഒരു കെമിക്കൽ സീറംസോ അല്ലെങ്കിൽ ഒരു സീറംസ് ഞാൻ ഉപയോഗിക്കാറില്ല. ഞാൻ നാച്ചുറലി ഉപയോഗിക്കുന്ന ഒരു സാധനം അലോവേര ജെല്ല് മാത്രമാണ്. അതും പതഞ്ജലിയുടെ അലോവേര ജെല്ലാണ്. അഫോർഡബിൾ അതായത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ എനിക്ക് നാച്ചുറൽ ആയിട്ടുള്ള അലോവേര ജെൽ കിട്ടാനുള്ള ബുദ്ധിമുട്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പതഞ്ജലിയുടെ അലോവേര ജെല്ലാണ് ഞാൻ പൊതുവെ ഉപയോഗിക്കാറ്. എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട് എൻ്റെ കറണ്ട് ഫേവറേറ്റ് എന്നുള്ളത് എൻ്റെ ഫേവറേറ്റ് അതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേറെ അലോവേര ജെൽ ട്രൈ ചെയ്യണമെന്ന് ഇന്ന് വരെ തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് അതാണ്. പിന്നെ പുറത്ത് പോകുമ്പോഴായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോഴായാലും ആസ് എ പേഴ്സൺ ഞാൻ അത് തന്നെയാണ് ഉപയോഗിക്കുക. പിന്നെ ഞാൻ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എനിക്ക് വരാനുണ്ടെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഒന്ന് ഹെയർ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പൊതുവേ ചെയ്യാറ് അലോവേര ജെൽ. അതായത് മുടി 4 പാർട്ടാക്കും. ലൈക്ക് ഈ ഒരു ഭാഗത്ത് 2 പാർട്ട്, ഈ ഒരു ഭാഗത്ത് 2 പാർട്ടാക്കിയിട്ട് അതിൽ നല്ലപോലെ അലോവേര, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ അലോവേര എടുത്തിട്ട് അത് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കും. സോ അങ്ങനെയാണ് ഞാൻ പൊതുവെ ഇപ്പം മുടി സ്ട്രെയിറ്റ് ചെയ്യാറ്. പണ്ട് എനിക്ക് ഇങ്ങനെ ചെയ്യണം എന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒന്നും ചെയ്യാണ്ട് വെറുതെ സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ എനിക്ക് എക്സ്ട്രാ ഒരു സീറം അപ്ലൈ ചെയ്യണമെന്നോ അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം അടിച്ചു കൊടുത്തിട്ട് വെറുതെ വെള്ളം എടുത്ത് കയ്യിൽ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് അത് ഞാൻ സ്ട്രെയിറ്റ് ചെയ്തെടുക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും മുടിയുടെ ആ ഒരു ഇതേ മാറി. പിന്നെ 2-3 ദിവസം കഴിയുമ്പോഴേക്കും മുടിയുടെ ടെക്സ്ചറേ മാറി. ഇങ്ങനെ അടിയിലൊക്കെ ഇങ്ങനെ കുട്ടി വേവ്സ് പോലെ വരാനൊക്കെ തുടങ്ങിയപ്പോഴേക്കും മുടിയുടെ എന്താ പറയുക മുടിയുടെ ഒരു ശക്തിയെ പോയി. അപ്പോൾ അലോവേര ജെല്ല് നിങ്ങൾ ഉപയോഗിക്കാന്നുണ്ടെങ്കിൽ മുടി വളരുകയും ചെയ്യും. അതുപോലെ തന്നെ മുടിക്ക് നല്ല സ്മൂത്ത്നെസ് കിട്ടും, നല്ല ഷൈനിങ് കിട്ടും. അങ്ങനെ കുറേ ഗുണങ്ങൾ നമ്മുടെ അലോവേര ജെല്ലിനുണ്ട്. എൻ്റെ മുടിയുടെ ടെക്സ്ചർ മാറാൻ ഞാൻ ശരിക്കും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമായിരുന്നു. മെയിനായിട്ട് എന്നെ സഹായിച്ചത് അലോവേര ജെല്ല് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അലോവേര ജെല്ല് ഡെയിലി മുടിയിൽ ഉപയോഗിക്കാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടിയുടെ ടെക്സ്ചർ മാറും. എന്താ പറയുക കേളി ആയിട്ടുള്ള ആൾക്കാരുടെ മുടി, ഇപ്പോൾ നിങ്ങൾക്ക് സ്ട്രെയിറ്റനിങ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ ഒക്കെ മുടിയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും അലോവേര ജെൽ നിങ്ങൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ മുടി ഒന്ന് ഫ്രിസി മുടിയൊക്കെ ആയിട്ട് കിടക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അലോവേര ഡെയിലി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുടി നല്ല ഷൈനിങ്ങും നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും. അതുകൂടാതെ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് മുട്ടയുടെ വെള്ള വീക്ക്ലി വൺസ് ഉപയോഗിക്കാമെങ്കിൽ അത് നല്ലതാണ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഹെന്ന പൗഡറിൻ്റെ കൂടെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതിൽ ഒരു മുട്ടയുടെ വെള്ളയും കൂടി ഇട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ആ ഒരു ഹെയർ മാസ്ക് ഞാൻ എങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ വൈകാണ്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ.
പിന്നെ ഈ ഒരു വീഡിയോ ഇത്രയ്ക്കേ ഉള്ളൂ. ഞാൻ ഇത്രയൊക്കെ എൻ്റെ മുടിയിൽ ചെയ്യുള്ളൂ. അപ്പോൾ ഇത് റിക്വസ്റ്റ് ചെയ്ത കുറച്ച് പേർക്ക് വേണ്ടി ഞാൻ ആഡ് ചെയ്താണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് കൂടി ചെയ്യുക, കൂട്ടത്തിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ടാറ്റ.